വർഷങ്ങൾക്കപ്പുറം ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി നേരം വെളുക്കുന്നത് വരെ ദുആ ചെയ്ത് പഠിച്ചു. ആ ദുആവിന്റെ ഫലമാണ് ബദറിന്റെ വിജയം. എന്ന് പറഞ്ഞാൽ റമദാൻ 16 സായുധ സന്ധി മദീനയിൽ നിന്ന് അതിന്റെ മുമ്പ് തന്നെ ഒരുക്കങ്ങൾ നടത്തി. അതിനുള്ള സാഹചര്യമൊക്കെ അറിയാം. ബദർ യുദ്ധത്തിന്റെ സാഹചര്യം എന്താ? മക്കയിലെ മുസ്ലിമീങ്ങൾക്ക് നിൽക്കാൻ യാതൊരു നിവൃത്തിയില്ലാത്ത അവസ്ഥ വന്നു. മദീനയിലെ മുസ്ലിമീങ്ങൾക്ക് കടുത്ത എതിർപ്പ്, ശത്രുക്കൾക്ക് അള്ളാഹുവിന്റെ നബിയോട് വളരെയധികം കഠിനമായ വെറുപ്പും വിദ്വേഷം. അങ്ങനെ അവരെ ഒരു യുദ്ധത്തിൽ കൊതിച്ച് നിൽക്കുകയാണ്, മുസ്ലിമീങ്ങളെ പരമാവധി ദ്രോഹിക്കുകയാണ്. പക്ഷെ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്ന് സഹാബത്ത് പല വിധത്തിലുള്ള സങ്കടങ്ങൾ പറഞ്ഞിട്ടും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിന് ആഹ്വാനം കൊടുത്തിട്ടുണ്ട്. മക്കയിലെ ചരിത്രം അറിയാം, മദീനയിലെ ചരിത്രം അറിയാം. കഠിനമായ പീഡനങ്ങൾ ഉണ്ടായിട്ട് പോലെ ഒരു യുദ്ധത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല? ആഹ്വാനം ചെയ്തിട്ടില്ല. സഹാബത്തിൽപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങളെ പോലെയുള്ള ആളുകളെ അബൂ ജഹൽ അടിച്ചിട്ട് കാതുപൊട്ടിച്ചു. മക്കത്തെ പരിശുദ്ധമായ കഅബയുടെ മുമ്പിൽ നിന്ന് ഖുർആൻ അപ്പോഴൊക്കെ അത് സഹിച്ചു. മുസ്ലിമീങ്ങളെ മുതൽ കൊള്ളടിച്ചിട്ടുണ്ടായി. മദീനത്തെത്തിയപ്പോൾ തന്നെ മക്കയിലുള്ള മുസ്ലിമീങ്ങൾക്ക് കഠിനമായ പീഡനം. അവർ സങ്കടപ്പെട്ട് നബിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, നബി നമ്മൾ യുദ്ധത്തിന് ഒരുങ്ങല്ലേ? അപ്പൊ മുസ്തഫായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ സമ്മതമല്ലാതെ ഒന്നും തന്നെ ചെയ്യാൻ അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ ബദർ ഉണ്ടായത്? അള്ളാഹു സന്ദേശം കൊടുത്തു. അല്ലാഹു തആല ഉദിന ലില്ലദീന യുഖാതിലൂന ബിഅന്നഹും ഉലിമു, മുസ്ലിമീങ്ങൾ ആക്രമിക്കപ്പെട്ടു. അവർ സ്വഭവനങ്ങളിൽ പീഡിതരാണ്, മർദ്ദിതരാണ്. അതുകൊണ്ട് അവർ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് യുദ്ധത്തിനുള്ള അനുവാദം ലഭിച്ചു എന്ന സന്ദേശം ലഭിച്ചതിന് ശേഷം ഹിജ്റ 2-ാം വർഷം റമദാനിൽ. അതിനുള്ള കാരണം എന്താണ്? മക്കക്കാര് മദീനക്കാര് നബിയോട് വല്ലാത്ത ശത്രുതയാണ്. ആ ശത്രുത പെരുകി വന്നു എന്ന് മാത്രമല്ല, അന്ന് അബൂ സുഫിയാൻ മുസ്ലിമീങ്ങളെ മുതലൊക്കെ കൊള്ളയടിച്ചിട്ട് വലിയൊരു സംഘത്തെയുമായി ഷാമിൽ പോയി മുസ്ലിമിനെ ഒരുപാട് ആയുധങ്ങൾ വാങ്ങാനാണ് പോയത്. മുസ്ലിങ്ങളെ കൊല്ലാൻ ആയുധം വാങ്ങാൻ കച്ചവടം എന്ന് പറഞ്ഞു പോയതാണ്. തിരിച്ചു വരുമ്പോൾ ആയുധമായിട്ടാണ്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അബൂ സുഫിയാൻ സംഘത്തെ തടയണം. അബൂ സുഫിയാൻ സംഘത്തെ തടയണമെന്ന് പറഞ്ഞു. അങ്ങനെ തടയാൻ വേണ്ടി മദീനത്ത് ആളെ നിർത്തി. ചരിത്രം ദീർഘമാണ്, പക്ഷേ തടയാൻ വേണ്ടി ആളെ നിർത്തി. അബൂ സുഫിയാൻ ഇത് അറിഞ്ഞപ്പോ അയാൾ വേറെ വയ്ക്കും. അയാൾ വന്ന് ബദറിൽ വന്നിട്ട് ബദർ ഭൂമിയൊക്കെ പരിശോധിച്ച് പോയി എന്നാ പറഞ്ഞത്. പക്ഷേ ആ സംഭവം അബൂ സുഫിയാൻ സംഘത്തെ ഷാമിലേക്ക് പോകുന്ന സമയത്താണ് തടയാൻ നിന്നിരുന്നത്. പക്ഷെ അന്ന് തടയാൻ കഴിഞ്ഞില്ല. രാത്രിയിൽ വന്ന് ക്യാമ്പ് ചെയ്തു. അന്നേരം മഴ പെയ്തു. ഇവിടെ ഭൂമിശാസ്ത്രപരമായി നബിയും സഹാബത്തും തെരഞ്ഞെടുത്ത സ്ഥലമാണ് ഏറ്റവും ഉചിതമായ സ്ഥലമെന്ന് ബോധ്യമായി. ശത്രുക്കൾ ഈ ഭാഗത്ത്, അപ്പുറത്ത് ഒരു മണൽ പുറ്റുള്ള മലയുടെ തായ്ഭാഗത്താണ് ആരും ശത്രുക്കൾ. അപ്പൊ ശത്രുക്കളുടെ ഭാഗത്ത് അന്ന് പെയ്ത മഴ അവർക്ക് അനുകൂലമായി. മുസ്ലിങ്ങൾക്ക് ഇവിടെ കിട്ടിയ മഴ അവർക്ക് അനുകൂലമായി. അവരെ കാലുകളൊക്കെ ഇടറാതെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. അവർക്കാണെങ്കിലോ മണ്ണ് ചവിട്ടാൻ പറ്റാത്ത അവസ്ഥ. അന്ന് മുസ്ലിമീങ്ങളെ പക്ഷത്ത് വെള്ളത്തിന് സംവിധാനമാണ്, ശത്രുക്കളെ പക്ഷത്ത് വെള്ളമില്ല. അവർ കുടിവെള്ളത്തിന് മുട്ടി. ബഹുമാനപ്പെട്ട ഒരു സഹാബി ഇവിടെ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഈ ബദറിൽ ഒരു കിണർ കുഴിച്ചു. അതിന്റെ കാവൽക്കാരൻ ആരാണ്? സയ്യിദുനാ ഹംസത്തുൽ കറാർ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്ന് സഹാബത്ത് പറഞ്ഞു, നിങ്ങൾക്ക് നല്ല 1-ാം നമ്പർ മെത്തുണ്ടാക്കിയിട്ട് നിങ്ങൾ അതിനെ കുത്തുന്നത്, നിങ്ങൾ യുദ്ധത്തിന് എന്താ വരുന്നത്? നല്ലൊരു കട്ടി, നല്ല അരീസ് ഉണ്ടാക്കി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അംഗീകരിച്ചിട്ടില്ല. ഞാൻ നിങ്ങളെ കൂടെ തന്നെ 1-ാം നമ്പർ യുദ്ധഭൂമിയിൽ 1-ാമത്തെ ആളായി സൗകര്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഏതാ ചുരുക്കി പറയട്ടെ, ബദറിൽ യുദ്ധം നടക്കണ എപ്പോഴാണ്? റമദാൻ 17. അപ്പൊ അന്നത്തെ രാത്രി അവര് മഗ്‌രിബോട് കൂടെ നോമ്പ് തുറന്ന് നബിയും സഹാബത്തും അവര് ക്യാമ്പിൽ ഇങ്ങനെ വിശ്രമിക്കുക. അപ്പൊ നബി അവർക്ക് ക്ലാസ് എടുത്തു കൊടുത്തു. മുസ്ലിമീങ്ങൾക്ക് അവരുടെ വിജയം, അവർക്ക് വിജയം സുനിശ്ചിതമാവണമെങ്കിൽ, അവർക്ക് വിജയം ലഭിക്കുന്ന പ്രാർത്ഥനയാണ്. സഹാബത്ത് ആയുധങ്ങൾ ശേഖരിച്ച് തിരിച്ചു. അപ്പോ മദീനയിൽ നിന്ന് മുനാഫിക്കുകളുടെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു ഒരാളെ കയ്യിൽ കൂലി കൊടുത്തിട്ട് പൈസ കൊടുത്തിട്ട് പറഞ്ഞു, മക്കയിൽ പോയിട്ട്
ഇങ്ങനെ മക്കയിലെ ആളുകളെ ഹാലിളക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, മക്കയിൽ പോയിട്ട് ഒരു വലിയ കുഴപ്പമുണ്ടാകും. അങ്ങനെയാണ് 20 ദിനാർ സ്വർണ്ണ നാണയത്തിന് ലംലം എന്ന് പറഞ്ഞ ആള് മക്കത്ത്, ചരിത്രത്തിൽ ദീർഘാണ്. അങ്ങനെ മക്കത്ത് പോയിട്ട് അവിടെ കാബയുടെ പരിസരത്തുള്ള ഒരു കുന്നിന്റെ മുകളിൽ കയറി വിളിച്ചു പറഞ്ഞു, മക്കക്കാരെ നിങ്ങൾക്ക് നാശം വരാനുണ്ട്. അങ്ങനെ ആ നാശം വരാനുണ്ടെന്ന് അറിഞ്ഞോടുകൂടെ അവർക്ക് മനസ്സിലായത് അവര് വലിയൊരു കുഴപ്പം വരാൻ പോകുന്നുണ്ട്. അങ്ങനെ അബൂ ജഹൽ ഹാലിളക്കി ഇറങ്ങി ഒരു യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറായി. എന്ത് ചെയ്തു? മുസ്ലിമീങ്ങളെ നേരിടാൻ. കാരണം എന്താ, അബൂ സുഫിയാൻ സംഘത്തെ നബിയും സംഘവും ഇവിടെ തടഞ്ഞു വെച്ച് ആക്രമിച്ചിട്ടുണ്ടെന്നുള്ള വാർത്ത മക്കയിൽ പരന്നതോടുകൂടെ ഒരു യുദ്ധത്തിന് വേണ്ടി അവർ പോകും. അങ്ങനെയാണ് അബൂ ജഹൽ ആളെ കൂട്ടി ഒരുങ്ങി 1500ഓളം വരുന്ന 1300ഓളം വരുന്ന സൈനിക സംഘത്തെയുമായി അബൂ ജഹൽ വന്നത്. അബൂ ജഹൽ വരുമ്പോൾ റസൂലുള്ളാഹി വരാൻ മദീനയിൽ നിന്ന് 313 സഹാബത്ത്, അതിൽ മുഹാജിറുകളുണ്ട്, അൻസാറുകളുണ്ട്. മുഹാജിറുകളാരാ? മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. അവരെ സ്വീകരിച്ചവരാണ് അൻസാർ. അവരെ കൂട്ടി 313 ആളുകളെയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ കാണുന്ന ബസ് ഇങ്ങനെ തിരിയുന്ന ഈ സ്ഥലത്ത് ഏകദേശം ഒരു 5-6 വർഷം മുമ്പ് വരെ ഇവിടെ ഹൈമയുണ്ട്. അന്ന് നബിയും സഹാബത്തും കെട്ടിയ ടെന്റുകൾ, ആ ടെന്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും സ്ഥലമാണിത്. ആ രണഭൂമിയിൽ മഹാനായ സയ്യിദുനാ അലി തങ്ങളെ പോലെ ധീരരായ പോരാളികൾ അതിശക്തമായ പോരാട്ടം നടത്തി ശത്രുക്കളിൽ 70 ആളുകൾ ഞെട്ടച്ചു വീണു. അവരെല്ലാവരെയും കൊണ്ടുപോയി അടക്കം ചെയ്ത് വലിച്ചെറിഞ്ഞത്, കുഴിച്ചു മൂടിയത് ആ ലൈറ്റ് കാണുന്ന സ്ഥലത്ത് പൊട്ടങ്ങൾ, ആ പൊട്ടങ്ങളിൽ കൊണ്ടുപോയിട്ടാണ് കൊന്ന് തട്ടിയത്. പിന്നെ റസൂൽ അവിടേക്ക് എണീച്ചു പോയിട്ട് ആ ശത്രുക്കളോട്, ആ കൊല്ലപ്പെട്ട ശത്രുക്കളോട് സംസാരിച്ചതും ഉമർ തങ്ങൾ നബിയോട് തിരിച്ചു ചോദിച്ചു, നബി അവർ കേൾക്കുമെന്ന്. അപ്പൊ ഞാൻ എങ്ങനെ എന്നോട് പറയണത്, അതിനേക്കാൾ ഉഷാറായിട്ട് ഓല് കേൾക്കുമെന്നൊക്കെ പറഞ്ഞ സംഭവത്തിന് സാക്ഷ്യം വഹിച്ച സ്ഥലമാണ്. അപ്പൊ ഈ ബദറിന്റെ ഭൂമി നമുക്ക് കാണാൻ കഴിഞ്ഞു. മാത്രമല്ല ആ ബദറിന്റെ ഫീഡ്ബാക്ക്, അതിന്റെ പിന്നീടുള്ള വിജയത്തിന്റെ, ആ ബദർ യുദ്ധത്തിലെ വലിയ വിജയമാണ് ലോകത്ത് ഇന്ന് നമ്മൾ കാണുന്ന ഇസ്ലാമിക നവജാഗരണ പ്രവർത്തനങ്ങളുടെ എല്ലാം. ലോകത്ത് ഇസ്ലാം ഇത്രയും വളരാൻ കാരണം ഏതാണ്? അന്നെങ്ങാനും മുസ്ലിമീങ്ങൾ പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ലോകത്ത് നിന്ന് കാണുന്ന ഇസ്ലാമിക വളർച്ച നമ്മുടെ നാട്ടിൽ ഇന്ത്യ എന്ന് മാത്രമല്ല ലോകത്തെവിടെ, ഇന്നിപ്പോൾ ലോകത്ത് എല്ലാ ഭാഗങ്ങളിലും എന്തുണ്ട്? മുസ്ലിങ്ങളുണ്ട്. സൂര്യൻ അസ്തമിക്കാത്ത വെള്ളക്കാരന് മൂക്കിനതായ അമേരിക്കയിലും ബ്രിട്ടനിലും ഫിലിപ്പീൻസിലും അങ്ങനെ തുടങ്ങിയിട്ട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ആരുണ്ട്? മുസ്ലിമീങ്ങളുണ്ട്. ആ ഇസ്ലാമിക വളർച്ചക്ക് ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ താജ്മഹലും കുത്തബ് മിനാറും ചെങ്കോട്ടയും മുസ്ലിമീങ്ങളുടെ സംഭാവന. അതിനൊക്കെ കാരണം ബദറുൽ കുബ്ര, ആ ബദറിൽ മുസ്ലിമീങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ലോകത്ത് അള്ളാഹുവിന്റെ തൗഹീദിനെ ഉയർത്തിപ്പിടിക്കാൻ ആരും. അള്ളാഹു തആല ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ ചരിത്ര ദീർഘമായി പിന്നീട് പറയാം.